ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഏപ്രിൽ 14 കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്ലിപ്സൊക്കെ വെച്ചിട്ട് കല്യാണത്തിൻ്റെയും സൽക്കാരത്തിൻ്റെയും കൂടെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പാണ് നമ്മൾ മൈലാഞ്ചി ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ബിഗ് ബി ആണ് എല്ലാവരും പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഫോട്ടോയിലൊക്കെ നമുക്ക് നല്ലപോലെ എടുത്ത് കാണിക്കണമെങ്കിൽ ബിഗ് ബി ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് ഹെന്നയാണ്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം മുമ്പേ മൈലാഞ്ചി ഇടണം. അപ്പോഴാണ് ആ കല്യാണത്തിൻ്റെ ദിവസം ആകുമ്പോഴത്തിന് നല്ലപോലെ സ്റ്റെയിൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ക്യൂൻ മെഹന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഈ ഓർഗാനിക് ഹെന്ന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആൾ നമ്മളുടെ ഒരു കസിനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 കൈൻ്റെ ഉള്ളിലും മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈൻ്റെ പുറത്താണ് ഇടാനുള്ളത്. അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ബ്രൈഡൽ മെഹന്തി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ മെഹന്തി ഡിസൈൻ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നുള്ളതൊക്കെ കമൻറ്റിൽ പറയണം. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കല്യാണത്തിൻ്റെ അന്നാണ്. നമ്മുടെ ബ്രൈഡ് ഈ ഒരു ഡ്രസ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനിയത്തിയാണ് മേക്കപ്പൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്, ബ്രൈഡിൻ്റെ ലുക്ക് ഇഷ്ടമായോ എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറച്ച് റീൽസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള വീഡിയോസാണ് എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെക്കനൊക്കെ വന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും പോണ ആ ഒരു സമയത്തുള്ള വീഡിയോ ആണിട്ടത്. അപ്പോൾ ഇത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സാണ്. നല്ല പർപ്പിൾ കളറ് ഒരു ലെഹങ്കയാണ്. അപ്പോൾ കല്യാണത്തിന് ഇവിടെയുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെക്കനും പെണ്ണും നേരെ ചെക്കൻ്റെ വീട്ടിൽ പോകാനാണ് ചെയ്തത്. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ചെക്കൻ്റെ വീട് കാണാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസും ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി. പ്രത്യേകിച്ചുണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മോൾക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയത്. അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അത്രയാണുള്ളത്. പിന്നീട് നമ്മൾ ഒന്നാമത്തെ സൽക്കാരത്തിൻ്റെ വീഡിയോ ആണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ സൽക്കാരത്തിനായിട്ട് നമ്മളെല്ലാവരും പോവുകയാണ്. ഒരു 10-11 മണിയായ സമയത്തൊക്കെ നമ്മളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരെയും നമ്മുടെ കല്യാണ പെണ്ണിനെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡിൻ്റെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും ഒരു തിക്കും തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ വന്നു. കുറച്ച് സമയത്തിന് ശേഷം ഇതാ ചെക്കനും പെണ്ണും പിന്നെ അവരുടെ വീട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും സ്വീകരിക്കണ ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. അതിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇളനീർ പായസമാണ്. അത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നീട് റൈസ് ആയിട്ടുണ്ടായിരുന്നത് ചിക്കൻ മക്ലൂബയും ചിക്കൻ ബിരിയാണിയായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ പുതിയാപ്ല സൽക്കാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയാണുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.